വിഷ്ണു മഞ്ച് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള കണ്ണപ്പ ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. തെലുങ്ക് സിനിമാ പ്രേമികളും മലയാള സിനിമാ പ്രേമികളും നോർത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികളും വരെ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുള്ളത്. കാത്തിരിക്കാൻ ഒരുപാട് സവിശേഷതകൾ ചിത്രത്തിനുണ്ടായിരുന്നു. ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു മഞ്ജുവിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ചിത്രത്തിൽ പ്രഭാസും അതോടൊപ്പം തന്നെ ബോളിവുഡ് താരം അക്ഷയ് കുമാറും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മലയാളികൾക്ക് ഈ ഒരു സിനിമ കാത്തിരിക്കാനുള്ള കാരണം ലാലേട്ടനായിരുന്നു. ലാലേട്ടനും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മോഹൻ ബാബു, കാജൽ അഗർവാൾ, ബ്രഹ്മാനന്ദം, ശരത് കുമാർ തുടങ്ങി മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും പ്രിയ താരങ്ങൾ അണിയിരുന്ന ചിത്രമായതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ഷോകളെല്ലാം തന്നെ കഴിയുമ്പോൾ ഇപ്പോൾ അത് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിലെ തെലുങ്ക് പതിപ്പ് വലിയൊരു വിജയമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രം നോർത്ത് ഇന്ത്യയിലും വലിയ തരംഗമായിട്ട് മാറുന്നുണ്ട്. തെലുങ്കിന് പുറമെ തന്നെ തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമായിട്ടായിരുന്നു ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത്. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുകേഷ് കുമാർ സിംഗ് ആയിരുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കായ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമ്പോൾ മലയാളികളുടെ പ്രിയതാരമായിട്ടുള്ള ലാലേട്ടന്റെ ഭാഗത്തിനും അത്യുഗ്ര റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് തുടരും, എമ്പുരാൻ തുടങ്ങിയ സിനിമകളിലൂടെ തന്നെ വിജയം ഉറപ്പിച്ച ലാലേട്ടൻ ഇപ്പോൾ തെലുങ്കിൽ വീണ്ടും ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം 500 മുതൽ 1000 കോടി രൂപ വരെ സ്വന്തമാക്കുന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചിത്രത്തിന് ആദ്യ മണിക്കൂറുകളേക്കാൾ വലിയൊരു ബുക്കിംഗ് ഈ ഒരു മണിക്കൂറിൽ കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നൊക്കെയുള്ള കേരളത്തിലെ ചിത്രത്തിന് മികച്ച സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ച ഒരുപക്ഷെ തെലുങ്കിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം കൂടിയായിട്ട് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അപ്പം കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പിന് ചിത്രത്തിലെ ലാലേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.